Now we are going to discuss about book building. Book building is a price fixing mechanism. That means in order to determine a price of issue, an issue can be made either in fixed price or through book built issue. അതായത് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഷെയറിൻ്റെ പ്രൈസ് ഒന്നെങ്കിൽ ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ബുക്ക് ബിൽഡിങ്ങിലൂടെ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നതായിരിക്കും. ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോസ്പെക്ടസിനകത്ത് തന്നെ ഈ പറഞ്ഞ ഷെയർ എത്ര എമൗണ്ടിനാണ് കൊടുക്കുന്നതെന്നുള്ള കാര്യം അതിനകത്ത് വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കും. അതേസമയം ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് ആണെങ്കിൽ അവിടെ പ്രൈസിൻ്റെ എത്ര പ്രൈസിനെന്നുള്ള കാര്യം മെൻഷൻ ചെയ്യത്തില്ല. പകരം അത് ഡിമാൻഡിൻ്റെ ബേസിസിൽ സെക്യൂരിറ്റീസ് പ്രൈസ് ചെയ്യുന്നത് ഡിമാൻഡ് അസസ് ചെയ്തതിന് ശേഷമായിരിക്കും. സോ അതിനുവേണ്ടി ഇവർ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുകയും ആ ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസിനകത്ത് ഒരു പ്രൈസ് ബാൻഡ് ആയിരിക്കും പറയുന്നത്. മിനിമം പ്രൈസും മാക്സിമം പ്രൈസും പറയും. ഈ മിനിമം പ്രൈസും മാക്സിമം പ്രൈസിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഷെയറിന് അവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ ഈ പറഞ്ഞ ഏത് പ്രൈസിനാണ് അവർ ഈ മിനിമത്തിനും മാക്സിമത്തിനും ഇടയ്ക്കുള്ള ഏത് പ്രൈസിനാണ് അവർ മേടിക്കാൻ തയ്യാറാകുന്നു എന്നുള്ള കാര്യം കമ്പനി അറിയിക്കണം. അതിൻ്റെ ബേസിസിൽ ആയിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. സി, ബുക്ക് ബിൽഡിംഗ് ഈസ് എ പ്രൈസ് മെക്കാനിസം whereby new securities is priced on the basis of assessing the market demand. It is a mechanism by which issue price is discovered on the basis of the bids received from the investors. For that, the company will collect information from the investors, and on the basis of information the company fixes the issue price of shares. See, book building mechanism എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, the book building is because it is considered as an international practice, and it refers to collecting orders from qualified institutional buyers in order to fix the price. In the book building, there a price band is fixed which consists of floor price and cap price. Floor price means minimum price. Cap price means maximum price. For example, ഒരു കമ്പനി അവരൊരു ഷെയർ ഇഷ്യൂ ചെയ്യാൻ നേരത്തെ സമയത്ത് അവരൊരു പ്രൈസ് ഫിക്സ് ചെയ്ത് പറയത്തില്ല, ഒരു പ്രൈസ് ബാൻഡ് ആയിരിക്കും പറയുന്നത്. പ്രൈസ് ബാൻഡിനകത്ത് ഒരു ഫ്ലോർ പ്രൈസും ഉണ്ട്, ഒരു ക്യാപ് പ്രൈസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അതായത് മിനിമം പ്രൈസും വരും, മാക്സിമം പ്രൈസും വരും. ഇപ്പോൾ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 225 to 245 ആണെങ്കിൽ 225 എന്ന് പറയുന്നത് മിനിമം പ്രൈസും 245 എന്ന് പറയുന്നത് മാക്സിമം പ്രൈസും ആയിരിക്കും. ഈ ഇൻവെസ്റ്റേഴ്സിന് ഈ രണ്ടിനും ഇടയിലുള്ള ഒരു പ്രൈസ് അവർക്ക് ഫിക്സ് ചെയ്യാം. ആൻഡ് ആഫ്റ്റർ ദിസ് പ്രോസസ് ഇസ് കംപ്ലീറ്റ്, ദ ഇഷ്യൂ പ്രൈസ് ഇസ് അറൈവ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡിമാൻഡ് ഓഫ് സെക്യൂരിറ്റീസ്. എന്നിട്ട് അവർക്ക് ഏത് എമൗണ്ടിന് അവർ മേടിക്കാൻ താല്പര്യമുള്ള കാര്യം അവരെ അറിയിക്കും, കമ്പനി അറിയിക്കും. ദ കമ്പനി വിൽ ഫിക്സ് ദ പ്രൈസ്. In the book building process, there is a person called a book runner. And that book runner is also called book running lead manager, or BRLM, or syndicate members. Because it is an intermediary in book building process. Normal case merchant banker ആയിരിക്കും ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ചിലപ്പോൾ മെർച്ചന്റ് ബാങ്കർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ മെർച്ചന്റ് ബാങ്കർ ഒരു ബുക്ക് റണ്ണറിനെ അപ്പോയിന്റ് ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ദ കമ്പനി വിൽ അപ്പോയിന്റ് എ ബുക്ക് റണ്ണർ. ബുക്ക് റണ്ണർ ആയിരിക്കും ഈ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. നോർമലി ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ദ ലീഡ് മെർച്ചന്റ് ബാങ്കർ. When we look into the process, the first process is the issuer who is planning an offer appoint a lead merchant banker as book runner or book running lead manager. Book building നമ്മൾ ചെയ്യുന്നതിന് മുൻപ് the first step, that is we have to appoint a book runner. We have to appoint a book runner. That is the first step. The second step, the book runner will prepare a draft prospectus which is to be filled with the SEBI and Register of Companies. രണ്ടാമത്തെ സ്റ്റേജിൽ ബുക്ക് റണ്ണർ എന്ത് പ്രിപ്പയർ ചെയ്യും? ആദ്യം നമ്മൾ ബുക്ക് റണ്ണറിനെ അപ്പോയിന്റ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ ബുക്ക് റണ്ണർ ഒരു ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നു. The third step, the issuer specifies the number of securities, issue size to be issued, the price band, and minimum and the maximum price. The third step ഈ ബുക്ക് റണ്ണർ സെക്യൂരിറ്റീസ് ഏത് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നെന്നും എത്ര സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നെന്നും പ്രൈസ് ബാൻഡും മിനിമം പ്രൈസും മാക്സിമം പ്രൈസിൻ്റെ പ്രൈസ് ബാൻഡും അവർ സ്പെസിഫൈ ചെയ്യുന്നു. In the step
before, the book runner circulate the draft prospectus to the prospective investors. ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മേലേക്ക് ഈ പ്രോസ്പെക്ടസ് സർക്കുലേറ്റ് ചെയ്യുന്നു. The step 5, the issuer also appoint some stock brokers, scheduled commercial bank for the purpose of accepting bids, application and placing order. So in order to collect in order to collect the application, the book runner appoint stock brokers and other scheduled commercial bank in order to collect the application form. And normally the book built issue is normally open for 3 to 7 working days. ഇത് ജസ്റ്റ് ലൈഫ് ലോങ് ഒന്നും അല്ല, ഒരു മാസത്തേക്കൊന്നും ആയിരിക്കത്തില്ല. ഇങ്ങനൊരു ഡിമാൻഡ് നമ്മൾ അസസ് ചെയ്യുന്നതിന് വേണ്ടി ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത് ഈ ബുക്ക് ബിൽട്ട് ആ ഒരു ഓപ്ഷൻ വിൽ ബി ഓപ്പൺ ഓൺലി ഫോർ 3 to 7 working days. And during that period, the issue is open to the public and anyone can apply. And while applying, they have to mention apply ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? they have to mention the price which is the price which is okay to them, the price which is ready for them to purchase the shares. In the step 8, the brokers and the book runner will input the orders in electronic book, and this process is called bidding. That means whenever an order is received, that order is recorded in a book called in an electronic book, and that process is called bidding. And whenever in the next step, the book runner will receive necessary orders, receive the orders from the public. While receiving the orders, the book runner enter the name and address of the investors, the price which they are willing to subscribe in the electronic book. And after the closing of the time allotted, the book runner evaluate the bids on the basis of demand at various price level, and on the basis of that, the book runner will fix the final price. After that, the book runner will prepare a final prospectus, and it will circulate to the investors. And on the basis of this, the final allotment of securities is done. അത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മൾക്ക് ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യത്തില്ല. പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഒരു പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്യും. പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ മിനിമം പ്രൈസും മാക്സിമം പ്രൈസ്, ഈ പ്രൈസ് ബാൻഡേ പറയത്തുള്ളൂ. ഈ പ്രൈസ് ബാൻഡിന്റെ ബേസിസിലാണ് ഈ പ്രൈസ് ബാൻഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈസ് നമുക്ക് എടുക്കാം. നമ്മൾ ഏത് പ്രൈസിലാണ് നമ്മളിത് മേടിക്കാൻ തയ്യാറാകുന്നു എന്നുള്ള കാര്യം കമ്പനി അറിയിക്കണം. അപ്പം ഇത് 3 to 7 വർക്കിംഗ് ഡേയ്സ് ഇത് ഓപ്പൺ ആയിരിക്കും. അപ്പം ഇങ്ങനെ അങ്ങനെ ധാരാളം പേര് അപ്ലൈ ചെയ്യും. അതിന്റെ ബേസിസിൽ ഏത് പ്രൈസിലാണ് അവർ വില്ലിങ് എന്നുള്ള കാര്യം കമ്പനിക്ക് മനസ്സിലാക്കുമ്പോൾ കമ്പനിക്ക് അറിയാൻ പറ്റും ഏത് പ്രൈസിനാണ് ആളുകൾ നോർമലി ഡിമാൻഡ് ചെയ്യുന്നത്, ഏത് പ്രൈസിനാണെന്ന് മനസ്സിലാകും. അതിന്റെ ബേസിസിൽ കമ്പനി ഫിക്സ് ചെയ്ത് ഒരു ഫൈനൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് അലോട്ട്മെന്റ് പ്രോസസ്സും നടത്തും. And this is called a book built issue, book building. The next is an important topic, that means what are the intermediaries in primary market. Now we have discussed about what is primary market, what are the different methods of issuing in primary market, and what are the different types of pricing while issuing primary market. The next we will discuss about who are the important players in the primary market or the new issue market. When we look into the important players or important intermediaries, അതായത് പ്രൈമറി മാർക്കറ്റിന്റെ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നവർ ആരൊക്കെ, നമ്മൾ ഇത്രയും നാളിലും പറഞ്ഞ സമയത്തെല്ലാം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കായിരുന്നു മാർക്കറ്റ് മീൻസ് ഇന്റർമീഡിയറീസ് ഇൻ ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് ഇന്റർമീഡിയറീസ്? The first intermediary is merchant bankers. The second one is underwriters. Third one is registrar and share transfer agent, brokers to the issue, banker to the issue, syndicate members and depository. And these are the intermediaries in the new issue market. ആരൊക്കെയാണ്? merchant bankers ഉണ്ട്, underwriters ഉണ്ട്, registrar and share transfer agent, we can call them as registrar to the issue, broker to the issue, banker to the issue, syndicate members and depository. These are the various intermediaries in the These are the various intermediaries in the new issue market. Merchant bankers, underwriters, registrar to the issue, broker to the issue, banker to the issue, syndicate members and depositories. The first one is merchant banking. We can call them as managers to the issue.
ഏതൊക്കെയാണ് ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത്? മർച്ചൻറ്റ് ബാങ്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, രജിസ്ട്രാർ, ബ്രോക്കർ, ബാങ്കർ, syndicate members, depositories. Merchant, the first one is merchant banker, that we can call them as managers to the issue. Merchant banker may be a person or institution who is engaged in the business of issue management, which make arrangement for selling, buying, subscribing securities as manager, consultant, advisors, or rendering corporate advisory services in relation to issue management. So a merchant banker എന്ന് പറയുന്നത്, they may be a person or he may be an institution. What they do, അവരെന്താ ചെയ്യുന്നത്? he engaged in the business of issue management. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് ഈ മർച്ചൻറ്റ് ബാങ്കർ എന്ന് പറയുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇയാൾ എന്താണ് ചെയ്യുന്നത്? ഇഷ്യൂ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വാട്ട് ഹി ഡു? For that he may act as manager. For that he make necessary arrangement. ഇതിനു വേണ്ടി അയാൾ നെസസറി അറേഞ്ച്മെൻറ്റ് ചെയ്യും. എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്? സെല്ലിങ്, ബൈയിങ്, സബ്സ്ക്രൈബിങ് സെക്യൂരിറ്റീസ്, അതായത് സെക്യൂരിറ്റികൾ മേടിക്കാനും വിൽക്കാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്തു കൊടുക്കും. ഒരു മാനേജർ എന്ന രീതിയിൽ, ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ, ഒരു അഡ്വൈസറി എന്നുള്ള രീതിയിൽ, അങ്ങനെ പല രീതികളിൽ ഇഷ്യൂ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂമായി ബന്ധപ്പെട്ട ബിസിനസ്സിൻ്റെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇഷ്യൂ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തു കൊടുക്കും. ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് കോൾഡ്, ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് കോൾഡ് മർച്ചൻറ്റ് ബാങ്കിങ്. മർച്ചൻറ്റ് ബാങ്കിങ് ഈസ് എ പേഴ്സൺ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. വാട്ട് ദേ ഡു, ഹി ഈസ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ഇഷ്യൂ മാനേജ്മെൻറ്റ്. ഇഷ്യൂ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, ഷെയർ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട ബിസിനസ്സിനുമായി ബന്ധപ്പെട്ട എല്ലാ അറേഞ്ച്മെൻറ്റുകളും ചെയ്തു കൊടുക്കുകയും ഒരു മാനേജർ എന്ന രീതിയിൽ, ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ, അഡ്വൈസ് ചെയ്യുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മർച്ചൻറ്റ് ബാങ്കർ എന്ന് പറയുന്നത്. എപ്പോഴും ഓർത്തോണം, മർച്ചൻറ്റ് ബാങ്കർ എപ്പോഴും കടന്നു വരുന്നത് എവിടെയാണ്? ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തിയാണ് മർച്ചൻറ്റ് ബാങ്കർ. ആൻഡ് ദിസ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ്റർമീഡിയറി ഇൻ ദ പ്രൈമറി മാർക്കറ്റ് ആൻഡ് മാനേജേഴ്സ് ഓഫ് പബ്ലിക് ഇഷ്യൂ ഓർ മർച്ചൻറ്റ് ബാങ്കർ. മർച്ചൻറ്റ് ബാങ്കറിൻ്റെ മറ്റൊരു പേര്, അത് നമ്മൾ പറഞ്ഞ പേരാണ് മാനേജർ ടു ദ ഇഷ്യൂ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക. ഇവിടെ is the manager to an issue. Management of public issue is the most important function of a merchant banker, and it is mandatory that almost all the public issues should be managed by at least one merchant banker. Public issue ചെയ്യുന്ന സമയത്ത്, ഏത് വിഷയമാണ്? പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മർച്ചൻറ്റ് ബാങ്കർ വേണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. ആൻഡ് ദറ്റ് മർച്ചൻറ്റ് ബാങ്കർ വി ക്യാൻ കോൾ ദം as ലീഡ് മാനേജർ ഓർ മാനേജർ ടു ദ ഇഷ്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ബുക്ക് റണ്ണിങ് ഒക്കെ പ്രോസസ്സ് നടക്കുമ്പം, ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ വി ഹാവ് ടു അപ്പോയിൻറ്റ് എ ബുക്ക് റണ്ണർ. ആൻഡ് ദാറ്റ് ബുക്ക് റണ്ണറിനെ ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഇയാൾ മർച്ചൻറ്റ് ബാങ്കർ തന്നെയായിരിക്കും. മർച്ചൻറ്റ് ബാങ്കർ തന്നെയായിരിക്കും. And depending upon the size of the issue, there can be more than one merchant banker. If the size exceeds 400 crore, there can be 5 or more managers. ഒരു മാനേജർ നിർബന്ധമായി അറ്റ്ലീസ്റ്റ് ഒരു മാനേജർ ഉണ്ടായിരിക്കണം. എന്നാൽ ഇഷ്യൂൻ്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെ എണ്ണവും കൂടിയിരിക്കണം. ആൻഡ് വാട്ട് ദേ ഡു ഈസ്, ദ മർച്ചൻറ്റ് ബാങ്കേഴ്സ് ഹെൽപ്പ് ദ പ്രൊമോട്ടർ ഇൻ ഡിസൈനിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. He help to draft the prospectus and application forms. He help in the listing of securities, appointing registrars, in arrangement for loan and marketing of public issue. And he is responsible to prepare draft prospectus, and he is responsible for the irregularities in the prospectus. And the company should enter into for that company should make an agreement with the merchant bankers in the prescribed form given by SEBI. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മാനേജർ എന്ന രീതിയിൽ, ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ, ഒരു അഡ്വൈസർ എന്ന രീതിയിൽ ഇഷ്യൂ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കമ്പനി അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് മർച്ചൻറ്റ് ബാങ്കർ. ഏതൊരു കമ്പനിയും അവരെ പബ്ലിക് ഇഷ്യൂ ചെയ്യുമ്പോൾ, പബ്ലിക്കിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഒരു മർച്ചൻറ്റ് ബാങ്കർ വേണം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പോയിന്റ്, എണ്ണം അനുസരിച്ച്
ഇഷ്യൂവിൻ്റെ വലിപ്പം അനുസരിച്ച് ഒന്നിൽ കൂടുതൽ മർച്ചൻറ്റ് ബാങ്കറിനെ വേണമെങ്കിലും നമ്മൾക്ക് വെക്കാം. ഈ മർച്ചൻറ്റ് ബാങ്കർ എന്ന് പറയുന്ന ആൾ കമ്പനിയുടെ പ്രോസ്പെക്ടസ് ഡിസൈൻ ചെയ്യുന്ന സമയത്തും കമ്പനിയുടെ ഷെയറുകൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്തും രജിസ്ട്രാർ, ബാങ്കർ, ബ്രോക്കർ ഇവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത്, കമ്പനിക്ക് ലോൺ മേടിക്കേണ്ട സമയത്ത് ഇതിനെല്ലാവരും ഇവരെ നമ്മുടെ പ്രൊമോട്ടറിനെ ഈ മർച്ചൻറ്റ് ബാങ്കർ അസിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ മർച്ചൻറ്റ് ബാങ്കറാണ് ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസിനകത്ത് എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ, ഇറഗുലാരിറ്റികൾ ഉണ്ടെങ്കിൽ ദ മർച്ചൻറ്റ് ബാങ്കർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ആൻഡ് അതുകൊണ്ട് തന്നെ ദ കമ്പനി ഹാവ് ടു മേക്ക് എൻ എഗ്രിമെൻറ്റ് വിത്ത് ദ മർച്ചൻറ്റ് ബാങ്കർ. ആദ്യം തന്നെ ആ കമ്പനി വെറുതെ പറയും ഈ മർച്ചൻറ്റ് ബാങ്കറുടെ അപ്പോയിൻറ്റ് ചെയ്യുന്നതല്ല, ഒരു എഗ്രിമെൻറ്റ് ആദ്യമേ രണ്ടുപേരും കൂടെ സൈൻ ചെയ്തിരിക്കണം. നോർമലി മർച്ചൻറ്റ് ബാങ്കറിൻ്റെ ഫങ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹി മേ പെർഫോം 2 types ഓഫ് ഫങ്ഷൻ, പ്രീ ഇഷ്യൂ ആൻഡ് പോസ്റ്റ് ഇഷ്യൂ. പ്രീ ഇഷ്യൂ എന്ന് പറയുന്നത് പബ്ലിക്കിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപുള്ള മർച്ചൻറ്റ് ബാങ്കർ ചെയ്യേണ്ട ഫങ്ഷൻ. പോസ്റ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം. പ്രീ ഇഷ്യൂ ആണെങ്കിൽ ദ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് മർച്ചൻറ്റ് ബാങ്കർ ഈസ് കോർഡിനേറ്റ് ദി ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ഇഷ്യൂ വിത്ത് ഡിഫറെൻറ്റ് ഗവൺമെൻറ്, പബ്ലിക് ബോഡീസ്, പ്രൊഫഷണൽസ് ആൻഡ് പ്രൈവറ്റ് ഏജൻസീസ്. The first function is to the merchant banker have to coordinate various activities which is relating to the public issue, which is relating to various government, public bodies, professional etc. ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള കമ്പനിയുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യണം. അതായത് ഗവൺമെൻറ്റുമായിട്ടും പബ്ലിക് ബോഡീസുമായിട്ടും പ്രൊഫഷണലുമായിട്ടൊക്കെയുള്ള കമ്പനിയുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും മർച്ചൻറ്റ് ബാങ്കർ കോർഡിനേറ്റ് ചെയ്യണം. സെക്കൻഡ് വൺ, he have to make sure that information required by Companies Act and SEBI is furnished in the prospectus. ഏതൊരു കാര്യം കമ്പനീസ് ആക്ടിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പ്രോസ്പെക്ടസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം ആര് ഉറപ്പ് വരുത്തിയിരിക്കണം? മർച്ചൻറ്റ് ബാങ്കർ ഉറപ്പ് വരുത്തിയിരിക്കണം. The third one is compliance of formalities for a listing in stock exchange and other for approval. സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മൾ ലിസ്റ്റ് ചെയ്യത്തില്ല, ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ഫുൾഫിൽ സം ഫോർമാലിറ്റീസ്. അവിടെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ കണ്ടീഷനുകൾ ഈ പറഞ്ഞ കമ്പനികൾ എല്ലാം ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആര് ഉറപ്പ് വരുത്തിയിരിക്കണം? മർച്ചൻറ്റ് ബാങ്കർ ഉറപ്പ് വരുത്തിയിരിക്കണം. Fourth function, he have to appoint various intermediaries like banker, broker, registrar, underwriters. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ബാങ്കർ, ബ്രോക്കർ, അണ്ടർറൈറ്റർ ഇവരൊക്കെയുള്ള ആളുകളെ ആര് അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം? മർച്ചൻറ്റ് ബാങ്കർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. Next one, he have to finalize arrangement relating to opening and closing issue, registration of prospectus, launching publicity campaigns, fixing date of board meeting, approve and sign prospectus and pass necessary resolution. It is his duty that merchant banker have to make arrangement of the date of opening and closing issue date in fixation, prospect registration day, prospectus register ചെയ്യേണ്ട കാര്യങ്ങൾ, പബ്ലിക്കിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പബ്ലിസിറ്റി ക്യാമ്പയിനുകൾ, ബോർഡ് മീറ്റിങ്ങിന് ഡേറ്റ് ഫിക്സ് ചെയ്യുക, പ്രോസ്പെക്ടസിൽ അപ്രൂവ് ചെയ്യുക, പ്രോസ്പെക്ടസ് സൈൻ ചെയ്യുക, റെസൊല്യൂഷൻസ് പാസ്സാക്കുക. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? മർച്ചൻറ്റ് ബാങ്കറിൻ്റെ ഉത്തരവാദിത്തമാണ്. ആൻഡ് ഇൻ കേസ് ഓഫ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ് ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു ഫിക്സ് ദി പ്രൈസ് ബാൻഡ്. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ മർച്ചൻറ്റ് ബാങ്കർ ഡ്യൂറിങ് പ്രീ ഇഷ്യൂ ആക്ടിവിറ്റി. ഇഷ്യൂ ചെയ്തതിന് മുൻപുള്ള കാലഘട്ടത്തെയാണ് വി ക്യാൻ കോൾ ദ മറ്റ് ആസ് പ്രീ ഇഷ്യൂ. അനദർ വൺ ഈസ് പോസ്റ്റ് ഇഷ്യൂ. പ്രീ ഇഷ്യൂ എന്ന് പറയുന്നത് വി ഹാവ് ടു കോർഡിനേറ്റ്. The pre-issue is we have to coordinate the activities relating to various issue management. We have to ensure that information required by Companies Act and SEBI is furnished in the prospectus, and we have to compliance the formalities for listing. We have to appoint various intermediaries, and we have to the merchant bank have to finalize arrangement with regard to date of opening and closing issue, registration, launching publicity and campaigns, fixing board meeting date, etc. These are all pre-issue activity. But when we look into the post-issue management activity, post-issue എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണ്? ഇഷ്യൂവിന് ശേഷമുള്ള ആണെങ്കിൽ what are the functions of a merchant banker? The one is
supervising the collection of filled application form and statement of account from bankers. ആപ്ലിക്കേഷൻ ഫോം കിട്ടത്തില്ലേ, ഈ ആപ്ലിക്കേഷൻ ഫോം കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട്സുകളൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ മണി കിട്ടത്തില്ലേ, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുക. സെക്കൻഡ് വൺ, സ്ക്രീനിങ് ആപ്ലിക്കേഷൻ, ഡിസൈഡിങ് അലോട്ട്മെൻറ്റ് ആൻഡ് മെയിലിംഗ് അലോട്ട്മെൻറ്റ് ലെറ്റർ ഓർ റിഗ്രറ്റ് ലെറ്റർ, റീഫണ്ട് ഓഫർ. ആപ്ലിക്കേഷൻ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് എത്ര പേർക്ക് വേണമെന്നും എത്ര പേർക്ക് ഷെയറുകൾ അലോട്ട് ചെയ്യണമെന്നും അലോട്ട് ചെയ്തവർക്ക് അലോട്ട്മെൻറ്റ് ലെറ്ററും റിഗ്രറ്റ് ചെയ്തവർക്ക് റിഗ്രറ്റ് ലെറ്ററും അങ്ങനെ റിഗ്രറ്റ് ചെയ്തവർക്ക് റീഫണ്ടിനുള്ള പ്രൊവിഷൻ എമൗണ്ടും കൊടുക്കുക. ഇതൊക്കെ ചെയ്യേണ്ടത് ആരാണ്? The third function is finalizing the issue price. Merchant bankers, it is the duty, it is the post issue function ആണ്. ഇഷ്യൂ പ്രൈസിനെ ഫൈനലൈസ് ചെയ്യുന്നത് ആര് തന്നെയാണ്? മർച്ചൻറ്റ് ബാങ്കേഴ്സ് ആണ്. The fourth function is submitting on the basis of allotment and other compliance certificate to SEBI, Registrar of Companies and Stock Exchange. നമ്മൾ പറയുന്നത് പോസ്റ്റ് ഇഷ്യൂ ഫങ്ഷൻസ് ആണ്, പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ്റ് ഫങ്ഷൻ ആണ്. അതായത് അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ നടന്നു കഴിയുമ്പം സെബിക്കും രജിസ്ട്രാർ ഓഫ് കമ്പനിക്കും ഒക്കെയുള്ള ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതും ആരാണ്? മർച്ചൻറ്റ് ബാങ്കേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ് ഓഫ് ASB അക്കൗണ്ട്. നേരത്തെ പറഞ്ഞതാണ്, ASBA stands for Application Supported by Blocked Amount, listing of shares in stock exchange and ensuring the proper functioning of other intermediaries. These are the various post-issue management functions of merchant banker. മർച്ചൻറ്റ് ബാങ്കർ എന്ന് പറഞ്ഞാൽ തന്നെ ആരാണ്? ഇഷ്യൂ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ ഇഷ്യൂ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്ന വ്യക്തികളാണ് മർച്ചൻറ്റ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. ദേ മേ അണ്ടർടേക്ക് പ്രീ ഇഷ്യൂ ആക്ടിവിറ്റീസ് ആൻഡ് പോസ്റ്റ് ഇഷ്യൂ ആക്ടിവിറ്റീസ്. ദർ ആർ സെവറൽ പ്രീ ഇഷ്യൂ ആക്ടിവിറ്റീസ് ആൻഡ് along with they also undertake some post issue management activities. ഇതാണ് മർച്ചൻറ്റ് ബാങ്കർ. മർച്ചൻറ്റ് ബാങ്കർ എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റിലെ ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ആണ്. So when we look into the second financial intermediary, and they are called as underwriters. We know who is an underwriter. A public issue will be succeeded only when we receive, the particular company will receive the minimum subscription. സോ അപ്പോൾ കമ്പനിക്ക് എപ്പോഴും ഒരു സംശയമായിരിക്കും, മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കമ്പനിക്ക് എപ്പോഴും സംശയമായിരിക്കും. ആ സമയത്ത് കമ്പനി വിൽ മേക്ക് എൻ എഗ്രിമെൻറ്റ് വിത്ത് എൻ അണ്ടർറൈറ്റർ ദാറ്റ് ആൻഡ് they will agree that പബ്ലിക്കിന് നിങ്ങൾ ധൈര്യമായിട്ട് ഇഷ്യൂ ചെയ്തോളൂ. പബ്ലിക് ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ അൺസബ്സ്ക്രൈബ്ഡ് പോർഷൻ ഞങ്ങൾ ഏറ്റെടുത്തേക്കാമെന്ന് അണ്ടർറൈറ്റർ കമ്പനിയോട് എഗ്രി ചെയ്യും. ദാറ്റ് എഗ്രിമെൻറ്റ് ഈസ് കോൾഡ് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻറ്റ്. ആൻഡ് ഫോർ ദാറ്റ് പർപ്പസ് the company have to pay a commission to the underwriter, and that is called underwriting commission. So this is a second intermediary. നോർമലി അണ്ടർറൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. ആൻഡ് അണ്ടർറൈറ്റേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ കമ്പനി ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ മർച്ചൻറ്റ് ബാങ്കേഴ്സ്. നോർമലി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്കേഴ്സ്, മെമ്പേഴ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ, ഇവരൊക്കെ അണ്ടർറൈറ്ററുകളായിട്ട് പ്രവർത്തിക്കാറുണ്ട്. The third intermediary is brokers to the issue. Broker is a person who is authorized to market the issue. The company may engage any number of brokers to market the new issue. നമുക്കറിയാം ബ്രോക്കേഴ്സിൻ്റെ പർപ്പസ് നമുക്കറിയാം അല്ലേ? ഇടനിലക്കാരായി നിൽക്കുന്ന വ്യക്തികളെയാണ് ബ്രോക്കർ എന്ന് പറയുന്നത്. അപ്പം കമ്പനികൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവർ ആരെ അപ്പോയിൻറ്റ് ചെയ്യും? ബ്രോക്കേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. ബ്രോക്കേഴ്സ് ചിലപ്പോൾ സമയത്ത് സബ് ബ്രോക്കേഴ്സിനെയും ചെയ്യും. ദ ബ്രോക്കേഴ്സ് മേ എൻഗേജ് സബ് ബ്രോക്കേഴ്സ് ആൻഡ് ദേ സെൻഡ് ദെയർ ഓൺ സർക്കുലേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ടു ദ ക്ലയൻറ്റ്സ് ആൻഡ് ഫോളോ അപ്പ് ദ വർക്ക് ഫോർ ക്യാൻവാസിംഗ് ദ സബ്സ്ക്രൈബ്. ആൻഡ് the broker to the issue are not compulsory for public issue, but their expertise will help the company to easily market its shares. ബ്രോക്കർ നമുക്കറിയാം ഇടനിലക്കാരായി നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറ്റുമാരുണ്ട്, ബ്രോക്കർമാരുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UAE എക്സ്ചേഞ്ച് ഫിനാൻസ് ലിമിറ്റഡ്, അത് ഒരു ബ്രോക്കർ ടു ദി ഇഷ്യൂ ആയിരുന്നു. ജിയോജിത്ത്, BNP ഫിനാൻഷ്യൽ സർവീസസ്, അതൊക്കെ ബ്രോക്കേഴ്സാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കമ്പൽസറി ഒന്നുമല്ല. ബ്രോക്കർ വേണമെന്നുള്ളത് കമ്പൽസറി അല്ല, പക്ഷെ ഉണ്ടെങ്കിൽ അത് പബ്ലിക് ഇഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഉണ്ടായെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കൂടുതൽ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതിന് കാരണമായി തീരും.
So next intermediary is a registrar to the issue. We can call it registrar and share transfer agent. Registrars are a person appointed in consultation with the merchant banker to assess the issue management function. They work related to pre-issue management during currency of issue, pre-allotment of work, allotment work and post-allotment work. It is their duty to collect application form from the banker to the issue, process them for allotment and issue certificate of allotment. They are called registrar to the issue. Another intermediary ആണ് registrar to the issue എന്ന് പറയുന്നത്. registrar issue to the issue ഇഷ്യൂവിന് മർച്ചൻ്റ് ബാങ്കറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അവർ എന്തൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രീ ഇഷ്യൂ മാനേജ്മെൻറ്റും ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ പോസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളുമൊക്കെയും ആര് ചെയ്യും? രജിസ്ട്രാർ ചെയ്യും. അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ ഡ്യൂട്ടിയാണ്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ടു കളക്ട് ദി ആപ്ലിക്കേഷൻ ഫോം. ബാങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോം കളക്ട് ചെയ്യുകയും അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കളക്ട് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് ആർക്കൊക്കെയാണ് അലോട്ട്മെൻറ്റ് വേണ്ടം എന്നുള്ള കാര്യം തീരുമാനിക്കുകയും അതുപോലെ തന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? രജിസ്ട്രാർ ടു ദി ഇഷ്യൂവിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്തത് ബാങ്ക് ഓഫ് മർച്ചൻ്റ് ബാങ്കേഴ്സാണ്. അതിനൊപ്പം തന്നെ അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? പ്രീ ഇഷ്യൂ ആക്ടിവിറ്റിയും പ്രീ അലോട്ട്മെൻറ്റ് വർക്കും പോസ്റ്റ് അലോട്ട്മെൻറ്റ് വർക്കും ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ടു കളക്ട് ദി ആപ്ലിക്കേഷൻ ഫോം ഫ്രം ദ ബാങ്ക്, പ്രോസസ് ദം ആൻഡ് ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് അലോട്ട്മെൻറ്റ്. So when we look into the functions of രജിസ്ട്രാറിൻ്റെ ഫംഗ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ രജിസ്ട്രാറിൻ്റെ ഫംഗ്ഷനാണ് ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഡിസൈൻ ചെയ്യുകയും അത് ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളത് രജിസ്ട്രാറിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷനാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ ആപ്ലിക്കേഷൻ ഫോം കളക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കളക്ഷൻ സെൻറ്ററുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അടുത്ത ബാങ്ക് ഏതെന്നുള്ളത് കളക്ഷൻ ബാങ്ക് ഏതെന്നുള്ളത് ബാങ്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ഫോം ബാങ്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ആളുകൾക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുക, ആപ്ലിക്കേഷൻ ഫോമിനെ സ്ക്രൂട്ടനൈസ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോം സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ആർക്കൊക്കെ വേണം അലോട്ട്മെൻറ്റ് ആർക്കൊക്കെ എന്നുള്ള കാര്യം അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയും അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് അല്ലാത്തവർക്ക് ലെറ്റർ ഓഫ് റിഗ്രറ്റ് അയക്കുകയും അവരുടെ എമൗണ്ട് റീഫണ്ട് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ അവർക്ക് സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുകയും അവരുടെ പേര് കമ്പനിയുടെ രജിസ്റ്ററിൽ ആഡ് ചെയ്യുകയും ചെയ്യുക. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? രജിസ്ട്രാർ ടു ദ ഇഷ്യൂ അല്ലെങ്കിൽ രജിസ്ട്രാർ ആൻഡ് ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ്. ഇത് മാർക്കറ്റിംഗ് ഒരു ഇൻ്റർമീഡിയറി ആണ്. The next intermediary is banker to the issue. Banker to the issue means the bank collect application form and money from the customers and paid it to company. Depending upon the size of the issue, there may be number of bankers and they are appointed in consultation with the lead manager, and there are various parameters for selecting a bank like infrastructure facilities, available manpower, past experience, branch location, efficiency and effectiveness of the bank. These are the various parameters in selecting a bank. ഇപ്പം തന്നെ ബാങ്കിനെയും ഐഡൻറ്റിഫൈ ചെയ്യണം. ഒന്നിൽ കൂടുതൽ ബാങ്കും ആണെങ്കിലും വരണം. Then the next intermediary is syndicate members. Syndicate members are commercial or investment bank which is registered with SEBI, which carry the activity of underwriting in IPO. It is an intermediary and it plays a very important role in book building issue. നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, ബുക്ക് ബിൽഡ് ചെയ്യുന്ന സമയത്ത് മർച്ചൻ്റ് ബാങ്കർ ഒരു ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബുക്ക് റണ്ണറിനെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ ഇവർക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഈ ബുക്ക് റണ്ണർ will appoint ഈ ബുക്ക് റണ്ണർ may issue appoint syndicate members who enters the bid received from the book building system. ഈ ബുക്ക് റണ്ണർ ആരെ അപ്പോയിൻറ്റ് ചെയ്യും? സിൻഡിക്കേറ്റ് മെമ്പർമാരെ എടുക്കും. എന്തിനു വേണ്ടി? ഇങ്ങനെ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെയൊക്കെ കിട്ടുന്ന ബിഡ്സിനെ റിസീവ് ചെയ്യുന്നതിന് വേണ്ടി ആരെ അപ്പോയിൻറ്റ് ചെയ്യും? സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബാങ്കുകളായിരിക്കും. They carry the activity of underwriting in initial public offer. ഇവിടെ നമ്മൾ നോർമൽ കേസിൽ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സൊക്കെ ചെയ്യുമ്പോൾ മർച്ചൻ്റ് ബാങ്കർ എന്ത് ചെയ്യും? മതി അപ്പോയിൻറ്റ് ബുക്ക് റണ്ണർ. ആൻഡ് ബുക്ക് റണ്ണർ
appoint the issue syndicate members in order to collect application from the book building system. ഇതാണ് syndicate members എന്ന് പറയുന്നത്. And the last intermediary is depository means ഈ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റികളുണ്ടല്ലോ, ഈ സെക്യൂരിറ്റികൾ ഹോൾഡ് ചെയ്യുന്ന ഓർഗനൈസേഷനുകളാണ് ഡിപ്പോസിറ്ററികൾ എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് സെക്യൂരിറ്റിക്കൊക്കെ ഇതുണ്ടായിരുന്നു, പണ്ടത്തെ കാലത്ത് ഇത് പറയുക സർട്ടിഫിക്കറ്റുകളായിരുന്നു. ഇപ്പോൾ ആക്ച്വലി അത് സർട്ടിഫിക്കറ്റ്സ് അല്ല, ഇലക്ട്രോണിക് ഫോമുകളിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിക് ഫോമുകളിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇതിനെ സൂക്ഷിക്കുന്നവർക്ക് പറയുന്ന പേരാണ് ഡിപ്പോസിറ്ററികൾ എന്ന് പറയുന്നത്. That means depository is an organization which holds securities of an investor in electronic form at the request of the investors through a registered depository participant. അതായത് ഡിപ്പോസിറ്ററി അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റുകൾ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം എന്ന് പറഞ്ഞ് ഇലക്ട്രോണിക് ഫോമിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കുന്നവരെയാണ് ഡിപ്പോസിറ്ററികൾ എന്ന് വിളിക്കുന്നത്. ഇത് ഒരു ഇൻ്റർമീഡിയറിയാണ് പ്രൈമറി മാർക്കറ്റിനെ. ദീസ് ആർ ദ വേരിയസ് ഇൻ്റർമീഡിയറ്റ്സ് ഓഫ് പ്രൈമറി മാർക്കറ്റ്. ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരുന്നു? ഒന്ന് മർച്ചൻറ്റ് ബാങ്കർ എന്ന് പറഞ്ഞാൽ ഇഷ്യൂ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ് മർച്ചൻറ്റ് ബാങ്കർ. ആദ്യമായി മർച്ചൻറ്റ് ബാങ്കറിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം മർച്ചൻറ്റ് ബാങ്കറുകൾ മറ്റ് ഇൻ്റർമീഡിയറിയെ അപ്പോയിൻറ്റ് ചെയ്യാൻ സഹായിക്കും. ഇനി മറ്റ് ഇൻ്റർമീഡിയറികൾ എന്ന് പറയുന്നത് അണ്ടർ റൈറ്റർ, ബ്രോക്കർ, രജിസ്ട്രാർ, ബാങ്കർ, syndicate members, and at last depository. These are the various intermediaries in primary market. Next, we are going to discuss about innovative financial instrument. ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ത്രൂ ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് റിസൾട്ട്സ് ഇൻ വേരിയസ് ഇന്നോവേഷൻസ് ഇൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. സം ഓഫ് ദം ആർ: the first one is non-voting shares. We can call them as NVS. Non-voting share ന്റെ പ്രത്യേകത, ഈ ഷെയറുകൾക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഞാൻ ഈ ഷെയർ മേടിക്കുകയാണെങ്കിൽ എനിക്ക് സാധാരണ ഞാൻ ഇക്വിറ്റി ഷെയർ ഹോൾഡറാകുമ്പോൾ എനിക്ക് വോട്ടിംഗ് റൈറ്റ് കിട്ടുമല്ലോ. അതേസമയം ഞാൻ NVS ഷെയറാണ് മേടിക്കുന്നതെങ്കിൽ എനിക്ക് വോട്ടിംഗ് റൈറ്റ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്താണ് അവിടുത്തെ ബെനിഫിറ്റ് എന്നോർക്കും. അപ്പോൾ ഓർക്കുക, NVS ഷെയർ ആണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ വി വിൽ ഗെറ്റ് ഹയർ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ബിക്കോസ് വി സാക്രിഫൈസ്ഡ് വോട്ടിംഗ് റൈറ്റ്. വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡിവിഡൻഡിൻ്റെ എമൗണ്ട് എപ്പോഴും കൂടുതലായിരിക്കും NVS ഷെയർസിൽ. The second type of financial innovation in the financial instrument is share with differential voting right. അതായത് കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 86 പ്രകാരം കമ്പനി ക്യാൻ ഇഷ്യൂ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ഷെയർസ്. ദാറ്റ് മീൻസ് ദ കമ്പനി ഹാവ് ദ റൈറ്റ് to issue equity shares with difference in the voting right. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പല ആളുകൾക്കും പല റിക്വയർമെൻറ്റുകളായിരിക്കും. ചില ഇൻവെസ്റ്റേഴ്സിന് ഷെയറുകൾ മേടിക്കുന്നത് കമ്പനിയുടെ മാനേജ്മെൻറ്റിലേക്ക് കടന്നു ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. എന്നാൽ വേറെ ഒരു കൂട്ടം ആളുകൾ കമ്പനിയുടെ ഷെയർ മേടിക്കുമ്പോൾ അവർക്ക് മാനേജ്മെൻറ്റുമായിട്ട് യാതൊരു താല്പര്യമില്ല, അവർക്ക് ഡിവിഡൻഡ് കിട്ടുക മാത്രമേ കാണത്തുള്ളൂ. അപ്പം മാനേജ്മെൻറ്റുമായി താല്പര്യപ്പെടുന്ന, മാനേജ്മെൻറ്റിൽ ഇടപെടാനുണ്ടാകണം അല്ലെങ്കിൽ കമ്പനി മാനേജ്മെൻറ്റിൽ ഇടപെടണം എന്ന താല്പര്യമുള്ളവർക്ക് വോട്ടിംഗ് റൈറ്റുള്ള ഷെയറുകൾ മേടിക്കുന്നതായിരിക്കും നല്ലത്. അതേസമയം അവർക്ക് ചില ആൾക്കൂട്ടം ആളുകൾക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള കമ്പനി മാനേജ്മെൻറ്റുമായി ഇടപെടണമെന്നൊന്നുമില്ല, അവർക്ക് ഡിവിഡൻഡ് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വോട്ടിംഗ് റൈറ്റ് മേടിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം ഡിഫറൻസ് ഇൻ വോട്ടിംഗ് റൈറ്റ് അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ് കുറവുള്ള ഷെയറുകൾ അവർക്ക് മേടിച്ചാൽ മതി. എപ്പോഴും ഓർക്കുക, വോട്ടിംഗ് റൈറ്റ് കുറയുമ്പോൾ അവരുടെ ഡിവിഡൻഡിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. ആൻഡ് ദിസ് ഈസ് കോൾഡ് there are shares with differential voting right. Third type of financial instrument is floating rate bond. ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇറ്റ് ഇസ് സംതിങ് വിച്ച് ഈസ് നോട്ട് ഫിക്സ്ഡ്. ഹിയർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ദിസ് ബോണ്ട് ഈസ് നോട്ട് ഫിക്സ്ഡ്, ബട്ട് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഫിക്സ്ഡ് ആസ് പെർ ദ മാർക്കറ്റ് റേറ്റ്. And firstly, this floating rate bond was issued by State Bank of India for providing a minimum interest payable at 12% per annum. That means
അവിടെ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് ആദ്യമായി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അവിടെ മിനിമം ഇൻട്രസ്റ്റ് പറയുന്നുണ്ട് 12%, ആൻഡ് അതർ വിൽ ബി മിനിമം 12% കാണുമായിരിക്കും. അത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് റേറ്റിനനുസരിച്ചായിരിക്കും അവരവിടെ റേറ്റിനെ ഫിക്സ് ചെയ്യുന്നത്. നോർമലി IDBIയും ICICIയും ഒക്കെയും ഇങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് ഇഷ്യൂ ചെയ്ത് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്ത് പറയുകയായിരിക്കും, മാർക്കറ്റ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റിസ്ക് വളരെ കുറവായിരിക്കും. അതേസമയം മിനിമം ഇൻട്രസ്റ്റ് അവിടെ പറയുന്നത് തന്നെ മിനിമം എത്ര കുറഞ്ഞെന്ന് പറഞ്ഞാലും 12, ഇപ്പോൾ സപ്പോസ് നമ്മളൊരു മിനിമം റേറ്റ് ഫിക്സ് ചെയ്യും, എത്ര കുറഞ്ഞെന്ന് പറഞ്ഞാലും ആ മിനിമം റേറ്റ് താഴെ പോകത്തുമില്ല. ഇനി അത് എത്ര വരെ ആകാം, മാർക്കറ്റിന് ഇൻട്രസ്റ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് ഈ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താം. ആൻഡ് ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ബോണ്ട്, ആൻഡ് ദിസ് ബോണ്ട് ഈസ് കോൾഡ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്. The fourth one is secured premium note. Secured premium note is a secured debenture redeemable at premium issued with a warrant which is redeemable after a particular period. This warrant will help the holder to apply some equity shares provided that the secured premium note is fully paid up. സെക്യൂർഡ് പ്രീമിയം നോട്ട് എന്ന് പറയുന്നത് ഒരു സെക്യൂർഡ് ഡിബഞ്ചറാണ്. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ കമ്പനി ഡെപ്റ്റ് ഫണ്ടിലേക്ക്, കമ്പനിക്ക് പണം ആവശ്യമുള്ള സമയത്ത് കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യും. അപ്പോൾ ഇതൊരു സെക്യൂർഡ് ഡിബഞ്ചറാണ്. സെക്യൂർഡ് ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പുറത്തൊരു സെക്യൂരിറ്റി ഉണ്ട്. അതായത് കമ്പനി പണം റേസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഒരു സെക്യൂരിറ്റിയും കൂടെ ഇഷ്യൂ ചെയ്യും. ഇതൊരു സെക്യൂർഡ് ഡിബഞ്ചറാണ്. സെക്യൂരിറ്റി മീൻസ് കമ്പനിയുടെ എന്തെങ്കിലും അസറ്റുകൾ സെക്യൂരിറ്റി കാണും. അപ്പോൾ സെക്യൂരിറ്റി ഈടായിട്ട് ഇതിന് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു സെക്യൂർഡ് ഡിബഞ്ചറാണ്. ഇത് റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലായിരിക്കും. റിഡീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപേ ചെയ്യുന്നത്. ഇപ്പോൾ കമ്പനി പൈസ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കത്തില്ല, തിരിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴായിരിക്കും, പ്രീമിയത്തിലായിരിക്കും. അതിനൊപ്പം തന്നെ അവിടെ ഒരു വാരണ്ട്, ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു വാരണ്ട്, ഒരു ഓപ്ഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ ഓപ്ഷൻ ഇതാണ്, ദേ ക്യാൻ അപ്ലൈ ടു ദിസ്, ദ പേഴ്സൺ ഹാവ് ഹോൾഡിംഗ് എ സെക്യൂർഡ് പ്രീമിയം നോട്ട് ക്യാൻ അപ്ലൈ ടു ഇക്വിറ്റി ഷെയർസ്. അവർക്ക് ഭാവിയിൽ ഇക്വിറ്റി ഷെയർസിന് അപ്ലൈ ചെയ്യാനും ഇക്വിറ്റി ഷെയർസ് കിട്ടാനുമുള്ള റൈറ്റ് കാണും. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പം സെക്യൂർഡ് പ്രീമിയം നോട്ട് എന്ന് പറയുന്നത് ഒരു സെക്യൂർഡ് ഡിബഞ്ചറാണ് വിച്ച് ഇസ് റിഡീമബിൾ അറ്റ് എ പ്രീമിയം. ഇറ്റ് ഹാവ് എ വാരന്റ് ദാറ്റ് ദിസ് ഹോൾഡേഴ്സ് വിൽ ഹാവ് ദ റൈറ്റ് ടു അപ്ലൈ ആൻഡ് അലോട്ട് ഇക്വിറ്റി ഷെയർസ് പ്രൊവൈഡഡ് ദാറ്റ് ഇറ്റ് ഈസ് ഫുള്ളി പെയ്ഡപ്പ്. ഇത് ഫുള്ളി പെയ്ഡപ്പ് ആണെങ്കിൽ ഇതിൻ്റെ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർസിന് അപ്ലൈ ചെയ്യാനും ഇക്വിറ്റി ഷെയർസ് അവർക്ക് അലോട്ട് ചെയ്ത് കിട്ടാനും സാധിക്കും. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഇവിടെ ഒരു മിനിമം സെക്യൂർഡ് പ്രീമിയം നോട്ട് ആണെങ്കിൽ ഒരു മിനിമം ലോക്ക് ഇൻ പീരീഡ് ഉണ്ടായിരിക്കും. ആ ലോക്ക് ഇൻ പീരീഡിൽ അവർക്ക് ഇൻട്രസ്റ്റുകളൊന്നും കൊടുക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? പക്ഷേ അവിടുത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് റിഡീം ചെയ്യുമ്പോൾ, തിരിച്ചു കൊടുക്കുമ്പോൾ പ്രീമിയത്തിലായിരിക്കും. ആ ഡിഫറൻസ് ആയിരിക്കും അവരുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം സെക്യൂർഡ് പ്രീമിയം നോട്ട് എന്ന് പറയുന്നത് ഒരു സെക്യൂർഡ് ഡിബഞ്ചറാണ് വിച്ച് ഇസ് റിഡീമബിൾ അറ്റ് എ പ്രീമിയം. ഇറ്റ് ഹാവ് എ വാരന്റ് ദാറ്റ് ദ ഹോൾഡർ വിൽ ഹാവ് ദ റൈറ്റ് ടു അപ്ലൈ ആൻഡ് അലോട്ട് ഇക്വിറ്റി ഷെയർസ് പ്രൊവൈഡഡ് ദാറ്റ് ദ സെക്യൂർഡ് പ്രീമിയം നോട്ട് ഈസ് എ ഫുള്ളി പെയ്ഡ് അപ്പ്. ദിസ് ഈസ് കോൾഡ് എ സെക്യൂർഡ് പ്രീമിയം നോട്ട്. The next innovative financial instrument is depository receipt. Depository receipt എന്ന് പറയുന്നത് ഒരു നെഗോഷ്യബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ നെഗോഷ്യബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. നെഗോഷ്യബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഇത് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് ആരാ ഇഷ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ എ ഡിപ്പോസിറ്ററി. ആരെ ഡിപ്പോസിറ്ററി? ഞാൻ പറഞ്ഞു, ഷെയറുകൾ പലപ്പോഴും നമുക്ക് ഫിസിക്കൽ ഫോമിൽ നമ്മൾ സൂക്ഷിക്കാൻ നമുക്ക് താല്പര്യം കാണത്തില്ല. ആ സമയത്ത് നമുക്ക് ഷെയറിനെ ഇലക്ട്രോണിക് ഫോമാക്കി വെക്കാം. അങ്ങനെ ഇലക്ട്രോണിക് ഫോമാക്കി നമ്മൾ എവിടെ ഡിപ്പോസിറ്ററികളെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഈ ഡിപ്പോസിറ്ററികളെ ഇഷ്യൂ ചെയ്യുന്ന അപ്പോൾ ഈ ഡിപ്പോസിറ്ററിയുടെ കയ്യിൽ എന്തോ ഉണ്ട്, ഷെയർ സർട്ടിഫിക്കറ്റുകളുണ്ട് ഇലക്ട്രോണിക് ഫോമിൽ. അപ്പോൾ ഡിപ്പോസിറ്ററികൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു നെഗോഷ്യബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിപ്പോസിറ്ററി റെസിപ്റ്റ്. ഇനി ഇത് ഏതിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്? എഗനസ്റ്റ് ദ സ്റ്റോക്ക് ഓർ ഷെയർസ് ഓഫ് എ ഫോറിൻ കമ്പനി.
ഒരു ഫോറിൻ കമ്പനിയുടെ സ്റ്റോക്സിൻ്റെയും ഷെയർസിൻ്റെയും എതിരായിട്ട് അല്ലെങ്കിൽ ഷെയർസിൻ്റെയുമായി ബന്ധപ്പെട്ട് ഡിപ്പോസിറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു നെഗോഷ്യബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ദിസ് ഷെയർസ് ആർ ഡിപ്പോസിറ്റഡ് ബൈ ദ ഇഷ്യൂവർ കമ്പനി വിത്ത് ഡിപ്പോസിറ്ററി യൂഷ്വലി ആൻ ഇൻ്റർനാഷണൽ ബാങ്ക് ആൻഡ് ഡിപ്പോസിറ്ററി ഇൻ ടേൺ ഗീവ് ഡിപ്പോസിറ്ററി റെസിപ്റ്റ് ടു ദ ഇൻവെസ്റ്റേഴ്സ്. അതായത് ഒരു കമ്പനി ശ്രദ്ധിച്ചു നോക്കിക്കേ, ദ ഷെയർസ് ആർ ഡിപ്പോസിറ്റഡ് ബൈ ദ ഇഷ്യൂവർ കമ്പനി വിത്ത് ഡിപ്പോസിറ്ററി. ഈ ഡിപ്പോസിറ്ററി ഇൻ ടേൺ ഗീവ് ഡിപ്പോസിറ്ററി റെസിപ്റ്റ് ടു ദ ഇൻവെസ്റ്റേഴ്സ്. ഷെയറുകൾ മേടിക്കുമ്പോൾ നമ്മുടെ ഉള്ള ഇഷ്യൂയിങ് കമ്പനിയുള്ള ഷെയറുകൾ ആര് ഏൽപ്പിക്കുന്നു? ഈ ഡിപ്പോസിറ്ററികൾ ഏൽപ്പിക്കുന്നു. ഈ ഡിപ്പോസിറ്ററികൾ ഇൻവെസ്റ്റേഴ്സിന് ഡിപ്പോസിറ്ററി റെസിപ്റ്റുകൾ കൊടുക്കുന്നു. ഈ ഡിപ്പോസിറ്ററി റെസിപ്റ്റുകൾ നമുക്ക് നോർമലായിട്ട് തന്നെ ലോക്കൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്കത് ട്രേഡ് ചെയ്യാൻ പറ്റും. ദിസ് ഡിപ്പോസിറ്ററി റെസിപ്റ്റ് റെപ്രസെൻറ്റ് എ ബഞ്ച് ഓഫ് സെക്യൂരിറ്റീസ് ഓൺ വിച്ച് ദ റെസിപ്റ്റ് ഹോൾഡർ ഹാവ് ദ റൈറ്റ് ടു റിസീവ് ഡിവിഡൻഡ് ആൻഡ് അതർ കോർപ്പറേറ്റ് ബെനിഫിറ്റ്. ഇത് ചിന്തിച്ച് നോക്കിക്കേ, ഡിപ്പോസിറ്ററികളെ ഇഷ്യൂ ചെയ്യുന്ന ഒരു നെഗോഷ്യബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ഡിപ്പോസിറ്ററി റെസിപ്റ്റ്. ഇനി എന്താണ് ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് ചോദിച്ചാൽ, ഇഷ്യൂയിങ് കമ്പനികൾ അവർ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഷെയറുകൾ എവിടെ ഡിപ്പോസിറ്റ് ചെയ്യും? ഡിപ്പോസിറ്ററികളെ ഏൽപ്പിക്കും. ഈ ഡിപ്പോസിറ്ററി റെസിപ്റ്റുകളായിട്ട് ആർക്ക് കൊടുക്കും? ആ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കും. ഈ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് നോർമലായിട്ട് നമുക്കൊരു ഷെയറിനെ പോലെ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് ഡിപ്പോസിറ്ററി റെസിപ്റ്റുകൾ എന്ന് പറയുന്നത്. ഡിപ്പോസിറ്ററി റെസിപ്റ്റ് നമ്മൾ കൈവച്ചാലും നമുക്ക് എന്ത് കിട്ടും? ഡിവിഡൻഡ് കിട്ടുകയും മറ്റ് ഇഷ്യൂയിങ് കമ്പനി നമുക്ക് അനൗൺസ് ചെയ്യുന്ന എല്ലാ ബെനിഫിറ്റുകളും സമയാസമയത്ത് നമുക്ക് കിട്ടും. രണ്ട് തരത്തിലുള്ള ഡിപ്പോസിറ്ററി റെസിപ്റ്റുകളുണ്ട്. അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റും ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റും. അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ ADR. അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത് അതൊരു നെഗോഷ്യബിൾ, ഞാൻ പറഞ്ഞു എല്ലാ ഡിപ്പോസിറ്ററി റെസിപ്റ്റുകളും എന്താണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതും ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് ഡിനോമിനേറ്റ് ചെയ്തിരിക്കുന്നത് US ഡോളേഴ്സിലായിരിക്കും. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഡിപ്പോസിറ്ററി ബാങ്ക് വിച്ച് റെപ്രസെൻറ്റ് ഓണർഷിപ്പ് ഈസ് non-US സെക്യൂരിറ്റീസ്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതൊരു നെഗോഷ്യബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഏതിൻ്റെ ഡിനോമിനേഷനുള്ള US ഡോളറിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു നെഗോഷ്യബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അമേരിക്കയിലല്ലാത്ത സെക്യൂരിറ്റികളുടെ ഓണർഷിപ്പാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. And these are instruments which is traded in nature of a depository receipt, and it is a negotiable instrument, and it is issued by non-American company. പക്ഷേ എവിടെ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്? അമേരിക്കൻ, അതായത് US ഡോളേഴ്സിൽ ഇഷ്യൂ ചെയ്യുന്ന non-American ആയിട്ടുള്ള non-US സെക്യൂരിറ്റീസിൻ്റെ ഓണർഷിപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ കമ്പനികൾ, അതായത് ഇൻഫോസിസ്, ICICI ബാങ്ക് ഒക്കെ അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റുകൾ ചെയ്യാറുണ്ട്. ദേ ഹാവ് ഗോൺ ഫോർ അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്. അപ്പോൾ ഓർക്കുക, ഇത് non-US സെക്യൂരിറ്റികളായിരിക്കും, US സെക്യൂരിറ്റികളായിരിക്കത്തില്ല. non-US സെക്യൂരിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പക്ഷേ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഡോളറുകളിലായിരിക്കും. മറ്റൊരാണ് GDR, ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്. അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് US ഡോളർ ആണെങ്കിൽ ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റുകൾ ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ യൂറോപ്പ്, US ഓർ ബോത്ത്. യൂറോപ്പിലും USൻ്റെയും അല്ലെങ്കിൽ മറ്റ് രണ്ടുപേരുടെയും ഒക്കെ ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ് ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്. അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് അമേരിക്കയിൽ മാത്രമേ ആയിരിക്കും. അതായത് ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റിന് മുമ്പുള്ളതാണ് അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്. അത് US ഡോളേഴ്സ് ആയിരിക്കും, non-US സെക്യൂരിറ്റീസ് ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഗ്ലോബൽ ഡിപ്പോസിറ്ററി മേ ബി ട്രേഡഡ് ഐദർ ഇൻ യൂറോപ്പ് ഓർ US ഓർ ബോത്ത്. ഓക്കെ, another called this Indian depository receipt. അപ്പോൾ ഇന്ത്യൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓൾസോ എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഇസ് ഡിനോമിനേറ്റഡ് ഇൻ ഇന്ത്യൻ റുപ്പി. മറ്റേത് US ഡോളർ ആകുമ്പോൾ ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്തായിരിക്കും? ഇന്ത്യൻ റുപ്പി. പക്ഷേ ഇത് എന്തായിരിക്കും? ഇത് റെപ്രസെൻറ്റ് ദി ഓണർഷിപ്പ് ഓഫ് എ ഫോറിൻ കമ്പനി. അതായത് അമേരിക്കൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് ഡിനോമിനേറ്റ് ചെയ്തിരിക്കുന്ന US ഡോളറാണ്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് non-US സെക്യൂരിറ്റികളെയാണ്. അങ്ങനെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇന്ത്യൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഇന്ത്യൻ റുപ്പീസിലായിരിക്കും, റെപ്രസെൻറ്റിങ് ഓണർഷിപ്പ് ഇൻ ഫോറിൻ കമ്പനീസ് ആയിരിക്കും.
ഓക്കെ. പക്ഷേ മിനിമം ലിമിറ്റ് പറയുന്നത് ഒരു ഇന്ത്യൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 50 crore ആൻഡ് ഇഷ്യൂയിങ് കമ്പനി ദാറ്റ് മീൻ ദ ഫോറിൻ കമ്പനി ഷുഡ് ബി ലിസ്റ്റഡ് ഇൻ ദ ഹോം കൺട്രി. അതുപോലെ തന്നെ കുറേ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റുകൾ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ആ ഏത് അതായത് ഇന്ത്യൻ റുപ്പിയിലാണ് ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇന്ത്യൻ സെക്യൂരിറ്റി അല്ലല്ലോ, ഫോറിൻ സെക്യൂരിറ്റി അല്ല. അപ്പോൾ ഫോറിൻ സെക്യൂരിറ്റി ആ ഫോറിൻ കമ്പനി നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണമെന്നൊക്കെയുള്ള ഒരുപാട് അതുണ്ട്. ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു ദ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ടു invest in foreign market at a reasonable price. Foreign market means to invest in a globally diversified instruments at a reasonable price. Because it provides opportunity to integrate Indian capital market with foreign market. The next innovative financial instrument is foreign currency convertible bond. Foreign currency convertible bond is a bond which is issued by the company to raise money in foreign currency. Because it is a bond which is issued in currency other than the issuing company domestic currency. അതായത് ഇതൊരു ബോണ്ടാണ്. ഇത് ഇഷ്യൂ ചെയ്യുന്ന കറൻസി ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഡൊമസ്റ്റിക് ഏത് കമ്പനിയുടെ ഇഷ്യൂയിങ് കമ്പനിയുടെ നോർമൽ വരുന്ന കറൻസി ഉണ്ടല്ലോ, ആ കറൻസിയിലായിരിക്കത്തില്ല ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫോറിൻ കറൻസിയിലായിരിക്കും ഇത് ഇഷ്യൂ ചെയ്യുന്നത്. സോ നമുക്കപ്പോൾ എന്ത് വരും, ഫോറിൻ കറൻസികൾ കിട്ടുന്ന വേണ്ടിയിട്ടുള്ള ഫോറിൻ കറൻസികൾ കിട്ടുമല്ലോ. ആൻഡ് ഇറ്റ് ഈസ് എൻ ഇക്വിറ്റി ലിങ്ക്ഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ഇക്വിറ്റി ഷെയർ അറ്റ് എ ലേറ്റർ സ്റ്റേജ്. അതായത് ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ടിൻ്റെ പ്രത്യേകത, ഇതൊരു ബോണ്ടാണ്. ഇതേത് കമ്പനിയാണോ ഇഷ്യൂ ചെയ്യുന്നത് ആ കമ്പനിയുടെ നോർമൽ കറൻസി ഉണ്ടല്ലോ. സപ്പോസ് ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ ഇന്ത്യൻ കറൻസിയില്ലേ, ആ കറൻസിയിൽ ഇന്ത്യൻ കറൻസിയിലായിരിക്കത്തില്ല അത് ഇഷ്യൂ ചെയ്യുന്നത്, ഒരു ഫോറിൻ കറൻസിയിലായിരിക്കും അത് ഇഷ്യൂ ചെയ്യുന്നത്. This is an innovative financial instrument. Another one is Yankee bond. Yankee bond is a dollar-denominated bond issued in the US bond market by a non-American company. Non-American company issue ചെയ്യുന്ന non-American company US bond marketil issue ചെയ്യുന്നൊരു ബോണ്ടാണ് യാങ്കി ബോണ്ട്. ബിക്കോസ് യാങ്കി ബോണ്ട് വിൽ ഹെൽപ്പ് ദ ഇഷ്യൂവേഴ്സ് ടു ടേക്ക് advantage of lending of the advantage of the US bond market. അല്ലേ, ഇത് അമേരിക്കൻ കമ്പനി അല്ല, ഒരു നോൺ അമേരിക്കൻ കമ്പനിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ ഇതെവിടെ ഇഷ്യൂ ചെയ്യുന്നത്, ഒരു US ബോണ്ട് മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടാണിത്. ഫോർ എക്സാമ്പിൾ റിലയൻസ് ഇൻഡസ്ട്രി ഹാവ് ഇഷ്യൂഡ് എ യാങ്കി ബോണ്ട് in 1996. It is an innovative financial instrument. Another innovative financial instrument is hybrid instrument. Hybrid instrument എന്ന് പറഞ്ഞാൽ it is the one which have the feature of both equity and debenture. ഇക്വിറ്റിയുടെയും ഡിബഞ്ചറിൻ്റെയും ഫീച്ചർ ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഹൈബ്രിഡ് ഇൻസ്ട്രുമെൻറ്റ്. ഇവിടെ ഇക്വിറ്റിയുടെയും ഫീച്ചേഴ്സ് വരും, ഡിബഞ്ചറിൻ്റെയും ഫീച്ചേഴ്സ് വരും. Another bond is infrastructural bond. It is a bond issued by infrastructural development and finance company to fund their infrastructural development bond. Because what it do is the fund raised through this issue will be utilized only for infrastructural lending. Infrastructural lending means one which is meant for infrastructural development. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രം ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട്. എന്താ ഫോർ എക്സാമ്പിൾ IDFC L&T ഒക്കെ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഇതൊരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ മാത്രമേ ഈ ഫണ്ട് എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യത്തുള്ളൂ. ദാറ്റ് ബോണ്ട് ഈസ് കോൾഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ബോണ്ട്. Another one is perpetual bond. The perpetual bond is introduced in 2005. It is issued by scheduled commercial bank for a period of 15 years. Here the insurance companies are usually the investors, because it is a bond which is issued by the banking company for a period of 15 years. So what was the purpose for which the bond is issued is that it is issued to meet the Basel norms. ബാങ്കിന് ബേസൽ നോംസ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ബേസൽ നോംസുകളൊക്കെ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്നതാണ് പെർപെച്വൽ ബോണ്ടുകൾ. ഓക്കെ.